ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളൊരു ഈസി ആയിട്ട് എങ്ങനെ ക്രാബ് കറി വെക്കാനാണ് നോക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ക്രാബ്, പിന്നെ 3 വലിയ സവാള മീഡിയം സൈസിൽ അരിഞ്ഞത്, 2 വലിയ തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5 പച്ചമുളക്, കറിവേപ്പില. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാൻ വെക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സ്വാദായിരിക്കും. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് ക്രാബ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 20 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഞണ്ട് കറി റെഡിയാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.